തീയതി 12-ാം തീയതിയായിരുന്നു, ഏപ്രിൽ 12. ഈ 12 പൊതുവേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നമ്പറാണ്. കാരണം എൻ്റെ ജന്മദിനം ഫെബ്രുവരി 12-ആണ്. പിന്നെ എല്ലാ ഓരോരോ ഇത് കിട്ടുന്നതും, എനിക്ക് ആദ്യമായിട്ട് ഒരു ഗിഫ്റ്റ് കിട്ടിയതും ആദ്യമായിട്ട് ജീവിതത്തിൽ കേക്ക് മുറിച്ചതും ഒക്കെ ഫെബ്രുവരി 12-ആണ്. എനിക്കൊരു ഇയർഫോൺ കിട്ടിയിരുന്നു, അതും ഫെബ്രുവരി 12-ആണ്. പിന്നെ ഒരു മൈക്ക് കിട്ടിയിരുന്നു, അതും ഫെബ്രുവരി 12-ആണ്. ഇപ്പോൾ ഇന്നലെ യാദൃശ്യമായിട്ട് ഞാനൊരു ആളെ കാണാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം എനിക്ക് കുറേ സാധനങ്ങൾ സമ്മാനിച്ച കൂട്ടത്തിൽ വാച്ചുകളും ട്രിമ്മർ സെറ്റും ഷേവിംഗ് സെറ്റ്, പിന്നെ അത് കൂടാതെ കുറേ പെർഫ്യൂംസ്, ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ കൂടുതൽ വിലപിടിപ്പുള്ള ഞാൻ ഉപയോഗിക്കുന്ന പെന്ന് സാധാരണ വിലയുള്ള പെന്നാണ് ഞാൻ ഉപയോഗിക്കാറ്. അത് മനസ്സിലാക്കിയ അദ്ദേഹം എനിക്കൊരു പ്രത്യേകമായിട്ടൊരു സമ്മാനം കൊണ്ടു തന്നിരുന്നു. അതാണ് ഇതിൻ്റെ പേര് മോണ്ട് ബ്ലാങ്ക് എന്നാണ് അതിൻ്റെ പേര്. ഇത് ഞാൻ വളരെ ഇതേക്കുറിച്ച് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ഈ സാധനം, ഈ പെന്നിനെ കുറിച്ചിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ അത് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത്രയധികം വില കൂടിയ ഒരു പെന്നാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇതിൻ്റെ കാറ്റലോഗ്സാണിത്. വലിയൊരു പുസ്തകം തന്നെ ഉണ്ട്. എത്ര പേജ് ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? 134 പേജുള്ള ഒരു കാറ്റലോഗ്സാണ്. വലിയൊരു ബുക്സ് തന്നെ. ഈ പേനനെ കുറിച്ചിട്ടുള്ള എല്ലാ ആധികാരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, സിഗ്നേച്ചർ ഏതെല്ലാം തരത്തിലുള്ളത്, ഈ പെൻ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. ഇനി ആ പെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് അതിൻ്റെ കവറ് വരുന്നത്. ഈ കവർ കൊണ്ട് തുറന്നു കഴിയുമ്പോൾ ഈ പെന്ന് കിട്ടും. ഇത് ഓൺലൈനിൽ വരുന്ന പൈസ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇതിൻ്റെ പ്രൈസാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഇവിടെ ഈ ചിത്രത്തിൽ കാണിക്കുന്നത് അതിൻ്റെ പ്രൈസിനെ കുറിച്ചിട്ടാണ്. ഓൺലൈൻ ആമസോണിലുള്ള പ്രൈസാണ് ഞാൻ കാണിക്കുന്നത്. ഇതിങ്ങനെയാണ് ഈ പെന്ന് വരുന്നത്. ഉപയോഗിച്ചിട്ടില്ല, എഴുതിയിട്ടില്ല. ഇത് എനിക്ക് വളരെ വലിയൊരു ഗിഫ്റ്റ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഇത്ര വില കൂടിയൊരു ഗിഫ്റ്റ് പേനകളിൽ വെച്ചിട്ട് കേട്ടോ. അല്ലാതെ ഇപ്പോൾ എനിക്ക് എൻ്റെ ഈ ലാപ്ടോപ്പ് എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. പിന്നെ അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഗിഫ്റ്റായിട്ട് കിട്ടാറുണ്ട്. പക്ഷേ ഈ ഇന്നലെ 12-ാം തീയതി കിട്ടിയ ഗിഫ്റ്റ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഗിഫ്റ്റാണ് ഈ പേന. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് അറിയിക്കുക, നിങ്ങളായിട്ടൊന്ന് പരിചയപ്പെടുത്തുക. എൻ്റെ ഗിഫ്റ്റിനെ കുറിച്ചിട്ട്, എനിക്ക് തന്ന വ്യക്തിയെ കുറിച്ചിട്ട് പറയാൻ അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടാവില്ല. അത് കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അദ്ദേഹം എനിക്ക് സമ്മാനിച്ച ഈ പേന ഞാനത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. ഓക്കെ, താങ്ക് യു.